എടി നീ എനിക്ക് കിസ് ചെയ്തോ എന്നിനെ കൂട്ടുകാർ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും പിന്നല്ലാതെ ചെറുക്കൻ ചുമ്മാ അടുത്ത് നിന്നോണ്ടിരുന്ന നൈസിന് ഞാൻ അടുത്തേക്ക് ചെന്നാൽ കിസ് ചെയ്ത് എന്നിനെ ശൗഷ്യം നാണിക്കുമ്പോഴാണ് അതിനേക്കാളും കൂട്ടുകാർ നാണിക്കും. എടി എന്നിട്ട് എന്തോ സംഭവിച്ചേ, എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറ. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവളും ഡീറ്റെയിൽ ആയിട്ടോ, അയ്യേ നിനക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയണോ, എങ്കിൽ പിന്നെ പുറത്തേക്കോ, അവിടെ വെച്ച് ബാക്കി കാര്യം ഞാൻ തന്നെ തള്ളിത്തരാം. എന്നിന് ഇവരുടെയും കൂടെ പുറത്തേക്ക് പോകും. അതേസമയം ഇവിടെ എനിക്കാണ് ഇന്നലെ കിസ് ചെയ്ത് ആലോചിച്ച് ചെറിയ ഷോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പനാണ് അവന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ സൈലന്റ് ആയിട്ടിരുന്ന അവസാനം ഒരു പെങ്കൊച്ചനെ കിസ് ചെയ്തെന്ന് അവന്മാര് കിട്ട കളിയാക്കുമ്പോഴാണ് ഇവനാണ് പഴയതൊക്കെ ഓർത്തു വെക്കും. ഇതേപോലെ അന്ന് ഷോയിഫാൻ ഹഗ് ചെയ്തപ്പോ അതിനേശം ഇവൻ അവളായിട്ട് മിണ്ടി കാണത്തില്ല. അങ്ങനെ അവന്റെ അച്ഛനും ഇവന്റെ സ്വപ്നം എന്തോന്ന് മനസ്സിലാക്കി ഇവനെ മ്യൂസിക് ക്ലാസ്സിൽ തന്നെ ചേർക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അങ്ങനെ അതിനുവേണ്ടി ഇവർ സ്ഥലം മാറി പോകുമ്പോഴാണ് എൻകെയും അവസാനമായിട്ട് ഷോയിഫാനെ കാണണമെന്ന് പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് ചെല്ലും. പക്ഷെ അതേസമയം അവളാണ് ഇന്ന് ജാവലിൻ ത്രോ ഒരു മാച്ച് ഉള്ളതുകൊണ്ട് അവളെ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ മത്സരത്തിന് പോയാൽ തിരിച്ചു വരാൻ കുറെ നാളെടുക്കും എന്ന് പറഞ്ഞ് അവസാനമായിട്ട് അവളും എനിക്ക് കാണണമെന്ന് പറഞ്ഞ് തിരിച്ചാ സ്കൂളിലേക്ക് കയറി ചെല്ലും. അങ്ങനെ അവള് മ്യൂസിക് ക്ലാസ്സിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴാണ് അവനങ്ങ് അവൻ കാണത്തില്ല. കാരണം അവനിപ്പോ അവന്റെ അച്ഛനായിട്ട് സ്ഥലം വിടാൻ പോവാ. ഇതറിയാതെ ഇവളും അവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവളുടെ കോച്ച് ഫോൺ വിളിച്ച് ബസ് എടുക്കാൻ പോകുന്ന കാര്യം പറയും. അതോടെ അവളും എനിക്ക് കാണാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് പോയ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് അവളെ അന്വേഷിച്ച് സ്കൂളിലേക്ക് വരും. കാരണം അവസാനമായിട്ട് അവളെ കൊണ്ടും സംസാരിക്കണമെന്ന അവന്റെ ആഗ്രഹം. പക്ഷെ ഇവൻ കുറെ തപ്പി നോക്കിയിട്ട് അവളങ്ങ് അവിടെ കാണത്തില്ല. അപ്പോഴാണ് ആ മ്യൂസിക് ക്ലാസ്സിൽ അവൾ പോകുന്ന വഴിക്ക് അവളുടെ പോക്കറ്റിൽ നിന്ന് അവളുടെ ക്യാൻഡി ബോക്സ് കളഞ്ഞു ഇതും എടുക്കുന്നത്. അങ്ങനെ ഇതായിരിക്കും അവനിപ്പോ കോളേജിൽ കൈവച്ചോണ്ടൊക്കെ നടക്കുന്നത്. അവളുടെ ഓർമ്മയ്ക്ക് ഇവനത് സൂക്ഷിച്ചു വെച്ചേക്കുക. അങ്ങനെ അതിനുശേഷം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ അച്ഛനും അവൻ ഇഷ്ടപ്പെട്ട കോളേജിൽ വയ്ക്കാൻ പറയുമ്പോഴാണ് ഇവൻ ഓർത്തു വെക്കുന്നത് ഷോയിഫാൻ എപ്പോഴും പറയാറുണ്ട് അവൾക്ക് ജാവലിൻ ഇഷ്ടമുള്ളതുണ്ട്, അവൾ സുഹു എന്ന് പറഞ്ഞൊരു കോളേജിൽ ചേരാൻ പോവാന്ന്. അപ്പോഴാണ് ഇതാലോചിച്ചിട്ട് അവനും ആ കോളേജ് തന്നെ ചേരണം എന്ന് പറഞ്ഞ് അവൻ ആദ്യം അഡ്മിഷൻ ഇട്ട് കൊടുക്കും. അങ്ങനെ കോളേജിന്റെ ആദ്യ ദിവസം ഇവന് ലിസ്റ്റിൽ ചെന്ന് ഷൗഷുങ്ങിന്റെ പേരുണ്ടോന്നാ നോക്കുന്നത്. അങ്ങനെ ലിസ്റ്റ് മൊത്തം വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് ഷോയിഫനെ കാണത്തുള്ളു, ഷൗഷ്യം കാണത്തില്ല. കാരണം അളിയനിപ്പ അറിയത്തില്ല അവള് കോളേജിൽ അവളുടെ പേര് ഷോയിഫൻ ആക്കിയ കാര്യമൊന്നും. അതിനേശം അവൻ അപ്സെറ്റായി അവിടെ നിന്ന് പോകുമ്പോഴാണ് അതിനേശാണ് ആ സ്റ്റേജ് വെച്ചൊക്കെ അവളൊന്ന് ഇവന് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞപ്പോ ഷൗഷ്യം അവളുടെ കൂട്ടുകാരോടും സംസാരിച്ചോണ്ടിരിക്കും. എടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവനെ ഹഗ് ചെയ്തപ്പോ തന്നെ പിന്നെ വന്ന് എന്നെ കണ്ടിട്ട് പോലില്ല, ഇപ്പൊ ഞാൻ അവനെ കിസ് ചെയ്ത് ഇനി എത്ര വർഷം എന്നെ കാണാതിരിക്കും എന്ന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും ഓ പിന്നെ നിങ്ങൾ വലിയ കപ്പിൾസ് അല്ലേ, നീയായിട്ട് കുറെ ആലോചിച്ച് കൂട്ടാതെ അവൻ വന്ന് സംസാരിക്കുന്നതിന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നീയായിട്ട് എന്തായാലും പോയി സംസാരിക്കും എന്നിനെ കൂട്ടുകാരി അവൾ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ എനിക്കാണ് അവൾ അന്വേഷിച്ച് ആ ജിമ്മിലേക്ക് വരും. എന്നിട്ട് അവനും പോകണോ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷൗഷുങ് വന്ന് ഇവനെ കാണും. അതിനേശം ഇവരണ്ടിനും പുറത്തേക്ക് ഇങ്ങനെ പോയി സംസാരിക്കും. ഷോയിഫാൻ നീയല്ലേ ഷൗഷുങ്, സ്കൂളിൽ പഠിച്ചപ്പോ നിനക്ക് മുടിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ നിനക്കെന്നെ ഓർമ്മയുണ്ടോ, ഞാൻ വിചാരിച്ചു നീ മറന്നുപോയെന്ന്, ഞാൻ ജസ്റ്റ് എന്റെ മുടി മാത്രം ഒന്ന് കുറച്ചെന്നേ ഉള്ളു, പിന്നെ പേര് മാറ്റി, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഓ ജസ്റ്റ് മുടിയും പേര് മാത്രം മാറിയതേ ഉള്ളു, അല്ലാതെ ജെൻഡർ ഒന്നും മാറിയിട്ടില്ല എന്നിന് ഇവന് മനസ്സ് വിചാരിച്ചോണ്ടിരിക്കും. കാരണം സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ പാവൻ അവളൊരു ആൺകുട്ടിയായിട്ടാണ് വിചാരിച്ചോണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അങ്ങനെ ഇവരുടെയും ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും ഇന്നലത്തെ കിസിനെ കുറിച്ച് സംസാരിക്കാൻ വരും. എനിക്ക് ഇന്നലെ നടന്ന കാര്യമില്ല ഞാനും നീയും കൂടെ എന്നിന് ഇവള് പറയാൻ വരുമ്പോഴാണ് അവനും ഞാനും നീയും കൂടെ ഇന്നലെ എന്തുവാ ചെയ്തേ, സോറി എനിക്കൊന്നും മനസ്സിലായില്ല എന്നിന് അവൻ ആക്ട് ചെയ്യുമ്പോഴാണ് അവളും അപ്പൊ ഇന്നലെ ഞാനും നീയും തമ്മിൽ ഒന്നും നടന്നില്ലേ, ഒരു ഞാൻ വെള്ളം അടിച്ചോണ്ട് അതൊക്കെ തോന്നിയതാണ് ഷേ എന്നിന് ഇവള് കൺഫ്യൂസ് ആകുമ്പോഴാണ് അവനും ശരി ശരി ഇനി മേലെ നീ വെള്ളം അടിക്കല്ലേ എന്നിന് അവൻ അവളെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഒരു വ്യക്തിയും വരും. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം, വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഒരാളുടെ ഫീസിൽ ഞങ്ങൾ കാർ ഓട്ടിക്കാൻ പഠിപ്പിച്ചു തരാം, എന്തോ പറയുന്നു എന്നിന് അയാളൊന്ന് പരസ്യം ചെയ്യുമ്പോഴാണ് ഷൗഷുങ് നൈസിനെ പിടിച്ചിട്ട് കാറൊക്കെ ഓട്ടിക്കണം എന്ന് പറഞ്ഞ് അവൾ നൈസിന് മുങ്ങാൻ നോക്കും. അപ്പോഴാണ് എനിക്കും അവന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഡീൽ നോക്കി പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവള് മനസ്സിലായിരിക്കും എന്തായാലും ഷൗഷുങ് കാർ ഓട്ടിക്കാൻ പോയാ ഇവന്റെ കൂടെ അല്ലേ പോകുന്നത്, അങ്ങനെയാണ് കുറെ ടൈം എനിക്കയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നിന് ഇവള് മനസ്സിൽ സന്തോഷപ്പെട്ടിട്ട് അവന്റെ കൂടെ പോകാൻ വേണ്ടി തീരുമാനം എടുക്കും. അപ്പോഴാണ് ഇതേ സമയം കുറച്ച് ദൂരെ ഇരുന്ന ഒരുത്തൻ ക്യാമറയിൽ എനിക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എടാ മാങ്ങാണ്ടി, രാവിലെ തൊട്ട് ഇവൻ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇവനാണ് നീ ഫോളോ ചെയ്യാൻ പറഞ്ഞ, വെറുതെ എന്റെ വില മൊത്തം പോയി എന്നിന് അവൻ ഒരാൾ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇവന് എനിക്ക് തമ്മിൽ എന്തോ ബന്ധമൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അതിനുശേഷം നാളെ ക്ലാസ്സിലാത്തോണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാന്ന് പറഞ്ഞ് എനിക്ക് ഷൗഷിങ്ങിന് വിളിക്കും. അങ്ങനെ അവന് നാളെ അവളെ കാണണം എന്ന് പറഞ്ഞ് കുറച്ച് ലുക്കാകാൻ വേണ്ടി അവന്റെ കൂട്ടുകാരെ സഹായം ചെയ്യിക്കും. അങ്ങനെ അവനാണ് ചുമ്മാതിരിക്കുമ്പോൾ അവന്റെ മുടിയൊക്കെ കൊളവാക്കുന്ന അവന്റെ പരിപാടി, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തന്നെ അത് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ ഇവൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ മുടി മൊത്തത്തിൽ കൊളവാക്കിയാൻ കൊടുക്കും. അതേപോലെ ഇവിടെ ഷൗഷിങ്ങും നാളെ എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഇവരേതോ ഡേറ്റിങ്ങിന് പോകുന്ന പോലെയൊക്കെ ഫുള്ള് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് ഇവളുടെ കോലം കണ്ട് കൂട്ടുകാരിയും എടി ഷൗഷുങ് നീ നാളെ കാർ ഓട്ടിക്കാനല്ലേ പോന്നെ, എന്തിനാ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ചേക്കുന്നത്, ഫ്രണ്ടിൽ എന്തുവാ മൂക്കള തുടയ്ക്കാൻ വേണ്ടി കർച്ചീഫോ, എടി
നീ ഇങ്ങനെ ഹീൽസ് ഒക്കെ ഇട്ടോണ്ട് പോവല്ലേ, നീ കാർ ഓട്ടിക്കാനാ പോന്നെ, നിനക്ക് ഞാൻ ഒരു നല്ല ഡ്രസ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നാളത്തെ കോസ്റ്റ്യൂം എല്ലാം ചൂസ് ചെയ്തിട്ട് രാത്രി ഫുള്ള് സ്വപ്നം കണ്ടോണ്ടിരിക്കും, നാളത്തെ ദിവസത്തിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ അടുത്ത ദിവസം ഇവരും ഡ്രൈവിംഗ് ക്ലാസ് നോമ്പരാണ്. എനിക്ക് ഇവളുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് അവൻ മൊത്തത്തിൽ ഇംപ്രസ് ആവും. അപ്പരാണ് അവളും, ഓ എനിക്ക് നാള് മൊത്തത്തിൽ മാറിയല്ലേ, മുടിയക്കാരെ ഇങ്ങനെ പൊക്കി വെച്ച. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോ തന്നെ അവന് നാണം വരും. അതിനേശം അവനും നമുക്ക് ഡ്രൈവിംഗ് ആദ്യം പഠിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം കാറിന്റെ അകത്തേക്ക് കയറും. അതിനേശം അവന് കിടിലായിട്ട് ആ കാറൊക്കെ ഓടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ശൗശുങ്ങും, എന്റെ പോനോ നിന്നെ കാർ ഓട്ടിക്കാനൊക്കെ അറിയാവോ, എന്നിട്ടാണ് ക്ലാസ്സിനൊന്ന് നേരെ ടെസ്റ്റിങ്ങിന് പോയി ലൈസൻസ് എടുക്കത്തുന്നത്. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, അത് പിന്നെ ഇന്നലെ ഇങ്ങനെ പറഞ്ഞല്ലേ ഒരാളുടെ ഫീസ് കൊടുത്ത രണ്ടുപേർക്ക് കയറാന്ന്, അതുകൊണ്ടാ വന്നെ, എങ്കിൽ പിന്നെ നീ അടുത്തേക്ക് കയറി, നിന്നെ അദ്ദേഹം വിളിച്ചായിരുന്നു. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവള് മൊത്തത്തിൽ പേടിച്ചോ, എന്തുവാ അതിനുമ്പ് അങ്ങേര് എന്നെ വിളിച്ചോ, ഇയാൾക്ക് ഇവിടെ നിൽക്കുന്ന വേറെ ആരും വിളിച്ചാ പോരെ, ഞാൻ തന്നെ വരണോ. ഏതിന് അവളും പേടിച്ചോണ്ട് ആ കാറിന്റെ അകത്തേക്ക് കയറും. അപ്പോഴാണ് അങ്ങേര് ഇവളെ കണ്ടിട്ട് കുറച്ച് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങും, മോളെ നീ പേടിക്കല്ലേ, നീ പേടിച്ചാൽ ഞാനും പേടിക്കും, ഓക്കെ ഇനി വണ്ടിയൊക്കെ ഓണാക്കി മോള് പതിയെ ബാക്കിലോട്ട് തിരിച്ചോ. എന്നിട്ട് അങ്ങേര് പറയുമ്പോഴാണ് ഇവൾ ഇപ്പൊ തിരിച്ചുതരാന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് ചെന്നങ്ങ് ഇടിച്ചിടും. അതോടെ അയാൾ മൊത്തത്തിൽ പേടിച്ചു പോയിട്ട്, ഓ ഇത്രയും സ്പീഡിലൊന്നും വേണ്ട, വെയിറ്റ് ചെയ്യ്, മോള് പേടിക്കണ്ട, ഒന്നും കൂടെ പതിയെ വണ്ടി ഓണാക്കിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചോ, മോളത് ഇൻഡിക്കേറ്റർ അല്ല വൈപ്പറാ. എന്നിട്ട് അങ്ങേര് പറയുമ്പോഴാണ് അവളും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട്, സോറി സാറേ എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല, അതിനല്ലേ ക്ലാസ്സിന് വന്നേക്കുന്നത്, പ്ലീസ് എന്നെ ക്ഷമിക്കണം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അങ്ങേരും, ഓക്കെ മോളെ പക്ഷെ എനിക്ക് ഈ സഹതാപം ഇല്ല, ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് ചില്ല് ചെയ്തിട്ട് വരാം. എടാ എനിക്ക് ഒന്നീ കൊച്ചിന് കാർ ഓട്ടിക്കാൻ പഠിപ്പിച്ചോട്, ഞാൻ ഇപ്പൊ വരാം. ഏതിനെ പഠിപ്പിക്കാൻ വന്ന ആള് ഇവളെ കണ്ടു പേടിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം എനിക്ക് അകത്തേക്ക് കയറിയിരിക്കുമ്പോഴാണ് അവൾ അവനോട് പറയും, സോറി എനിക്ക് വലുതായിട്ട് ഓട്ടിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വൈപ്പറൊക്കെ ഓണായി പോന്നെ. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും, ഓ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് ജസ്റ്റ് പേടിയേ ഉള്ളു, അല്ല നിനക്ക് ഓട്ടിക്കാൻ അറിയാത്തോണ്ടൊന്നുമില്ല, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, ദാ ഇവിടെ കാണുന്ന ഞാൻ വൈപ്പർ, പിന്നെ ഇൻഡിക്കേറ്റർ അപ്പുറത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ അടുത്തേക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതോടെ അവനും വണ്ടി ഓട്ടിക്കാനല്ലേ വന്നേന്ന് പറഞ്ഞ് നൈസിന് പുറമോട്ടങ്ങ് മാറും. അപ്പോഴാണ് അവള് നാണിച്ചിട്ട് വീണ്ടും ഇൻഡിക്കേറ്ററിന്റെ പകരം വൈപ്പർ അങ്ങ് ഓണാക്കി ഇടും. ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് അവൾക്ക് അത് നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ആ കാർ ഓടിക്കാൻ പഠിച്ചിട്ട്, ഓ എനിക്ക് ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു, എന്നിട്ടാണ് അങ്ങേര് പറഞ്ഞുതരാൻ പേടിച്ചിട്ട് ഇവിടെ ഓടിപ്പോയെ, ഇപ്പൊ ഞാൻ കാർ ഓടിച്ച് കാണിക്കാം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, ഓക്കെ ഈ തവണ നീ ഓടിക്കണം, കാരണം ഇതുവരെ ഞാൻ ഓടിച്ചോണ്ടിരുന്നത്, ഓക്കെ നിന്നെ കൊണ്ട് പറ്റും. എന്നിട്ട് ഇവർ രണ്ടും കൂടെ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ഇതൊക്കെ ആലോചിച്ച് ശൗശുങ്ങും ജിമ്മിലേക്ക് വന്ന് അവരോട് ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ, ബോസ് നീ എനിക്കും കൂടെ എന്തുമായിരുന്നു പോയിരുന്നു പഠിച്ച, കുറെ ക്ലാസ് എടുത്തു കാണുമല്ലേ. എന്നിട്ട് ഇവർ ചോദിക്കുമ്പോഴാണ് അവളും, എന്തുവാടെ ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിനെ പോയ, അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റൊമാൻസ് ചെയ്യാനല്ല. എന്നിട്ട് അവൾ നാണിച്ചിരിക്കുമ്പോഴാണ് അവർ രണ്ടിനോട് കളിയാക്കാൻ തുടങ്ങും, ഓ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇന്നലെ ഫുള്ളും ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരി കുട്ടിയാകാൻ നോക്കിയ ബോസ് ചുമ്മാ തള്ളാതെ ഇന്ന് ഫുള്ളും അടിച്ചു പൊളിച്ചെന്നാ തോന്നുന്നത്. എന്നിട്ട് അവളും കളിയാക്കുമ്പോഴാണ് ശൗശം മൊത്തം നാണിച്ചു വരികയും. അതിനേശം അവളും നാളെ എനിക്കേടോടെ പുറത്ത് ഡ്രൈവിങ്ങിന് പോകാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരി ഷോക്ക് ആയിട്ട്, എടി നാളെ ഡ്രൈവിങ്ങിന് പോകുന്നോ, ലൈസൻസ് ഇല്ല നിങ്ങൾക്ക് കാർ ഓട്ടിക്കാൻ പറ്റുമോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഇവളും, ആർക്കറിയാം എനിക്കേ പറഞ്ഞ് ഓട്ടിക്കാൻ പറ്റുമെന്ന്, എനിക്കേ പറഞ്ഞ എല്ലാം ശരിയായിരിക്കും. എന്നിട്ട് അവൾ ഇവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം ഇപ്പൊ അടുത്ത ദിവസം എനിക്കേയും അവളെ കാർ ഓടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവന്റെ കാറുമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളൊരു സത്യം അറിയുന്നത് എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന്. കാരണം അവൻ ഈ ചാൻസ് യൂസ് ചെയ്ത് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച, അതുകൊണ്ട് അവൻ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ ചേർന്ന്. എന്നിട്ട് ശൗശം അവിടെ വരുമ്പോഴാണ് നൈസിന് ഇവനും ആ ലൈസൻസ് അങ്ങ് ഒളിച്ചു വയ്ക്കും. അപ്പോഴാണ് അവൾ ഇവനെ കണ്ടിട്ട്, ഓ എനിക്ക് നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ. എന്നിട്ട് അവൾ അടുത്തേക്ക് ചെല്ലുമ്പം ഞാൻ ഇപ്പൊ വന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് കള്ളം പറയും. അതിനേശം അവൾ കാറിനകത്ത് കയറാൻ നോക്കുമ്പോഴാണ് ബാക്കിലെ സീറ്റ് ഫുള്ളും സ്നാക്സ് ആയിരിക്കും. എന്റെ അമ്മ ഇത് ഫുള്ള് വെട്ടി വിഴുങ്ങാൻ വേണ്ടിയാണോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ആ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചത്, നമുക്ക് കാറിൽ പോകുമ്പോൾ കഴിച്ചോണ്ടേ പോവാം. എന്നിട്ട് അവൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും, നീ കാർ ഓടിച്ച് പഠിപ്പിക്കാനല്ലോ വന്നേ, എങ്കിൽ പിന്നെ അങ്ങോട്ട് റൈറ്റ് സൈഡ് കുറച്ച് സ്ഥലമുണ്ട്, ഞാൻ അവിടെ നിന്ന് ഓടിച്ച് ഓടിച്ചോളാം. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, ആ നമുക്ക് പഠിക്കാം, പക്ഷെ അതിനുമുമ്പ് ഞാൻ കുറച്ച് സമയം കാർ ഓടിക്കാം, ഞാൻ ഓടിക്കുന്നുണ്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും, ആ അത് ശരിയാ നീ കാർ ഓടിച്ചോ, ബാക്കി കുറെ സ്നാക്സ് ഉണ്ടല്ലേ, ഞാൻ അതും കഴിച്ചോണ്ട് നീ ഓട്ടിക്കുന്ന കണ്ടോണ്ടിരിക്കാം. എന്നിട്ട് അവൾ അതിൽ നിന്ന് സ്നാക്സ് എടുത്ത് അവന് കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് അത് അവന്റെ വായനകത്തുണ്ടെന്ന് പറഞ്ഞ് അവൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഫ്രണ്ട് ഒരു പട്ടിക്കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പം എനിക്ക് ഇത് കണ്ട് പേടിച്ച് പെട്ടെന്ന് ആ വണ്ടി അങ്ങ് വളയ്ക്കും. അതോടെ ആ പട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇവ രണ്ടുപേരും കാറ് ചെന്നും കുടുങ്ങും. അപ്പോഴാണ് അവളും പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ആ കുഴപ്പമില്ല ഞങ്ങൾക്ക് പട്ടിക്കുട്ടിയൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്, ഇനി നമ്മുടെ കാറിന്റെ അവസ്ഥ എന്തോ. എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, കാറിന്റെ അവസ്ഥ മൊത്തത്തിൽ പുകയായി, ഇനി ടയർ മാറ്റിയാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇവിടെ വല്ല സർവീസ് ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് അവന് ഫോണിലൊക്കെ നോക്കുമ്പോഴാണ് ഇവിടെ അടുത്തങ്ങ് ഒരു സർവീസും കാണത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട അവളും, അയ്യോ എങ്കിൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ സ്ഥലം ഇങ്ങോട്ട് വന്ന് ഇനി ഇവിടെ പെട്ടുപോകോ. എന്നിട്ട് അവരവിടെ ട്രാപ്പ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ ശൗഷുങ്ങിന്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നത്. എടാ ശൗഷുങ്, എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല, അവർക്ക് രണ്ടുപേർക്ക് ലൈസൻസ്
ലൈസൻസ് ഇല്ല, പിന്നെങ്ങനെ കാർ ഓടിച്ചോണ്ട് പുറത്തേക്ക് വന്ന് പോലീസൊക്കെ കണ്ട സീനാവത്തില്ല. അവൻ നമ്മുടെ ബോസിനും കൂടെ അറസ്റ്റ് ചെയ്യിപ്പിക്കോ എന്നിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും ഓ നമ്മുടെ ബോസിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, നീ പേടിക്കേണ്ടത് എനിക്ക് ഓർത്ത. കാരണം എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ബോസ് എല്ലാരും അടിച്ച് പഞ്ഞിക്കിടും. പാവായി എനിക്കെയാ പേടിച്ചൂറി. അവനും അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ജസ്റ്റ് റിലാക്സ് ചെയ്യ് എന്നിന് ഇവനും പറയുമ്പോഴാണ് അവൾ അവനെ തന്നെ ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. ഇതോടെ അവനും ചിരിച്ചിട്ട് എന്തോ പറ്റി മോളെ, കുറെ സമയം അളിയനെ നോക്കി എന്നോട് ഇഷ്ടമായി പോയാ? കുഴപ്പമില്ല, ഇത് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പോകത്തില്ല എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഒന്ന് പോടെ ഇറക്കാം, ഞാൻ അതുകൊണ്ടല്ല എന്തിനു നോക്കിയ, നിനക്ക് നമ്മുടെ ബോസ് ഷൗഷങ്ങിന് ഇഷ്ടമല്ലേ, എന്നിട്ട് നീ അവള് എനിക്കായിട്ട് പോകുന്ന കണ്ടിട്ട് നിനക്ക് വിഷമമൊന്നും തോന്നിയില്ല എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ എന്തിനു വിഷമിക്കുന്നത്, അവരുടെ ഡ്രൈവിംഗ് ക്ലാസ്സിനല്ലേ പോയ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഡാഡാടാ ചുമ്മാ നീ ടോപ്പിക്ക് മാറ്റാതെ, നീ ഇവിടെ ജിമ്മ് തുറക്കാൻ കാരണം ഷൗഷങ്ങല്ലേ, അവളെ കാണാൻ വേണ്ടിയില്ലടാ കൊച്ചുള്ള ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെ നീ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഡേ ഞാനിവിടെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞോ, അല്ലാതെ എനിക്ക് ഷൗഷങ്ങിന് ഇഷ്ടമല്ലതുണ്ടല്ല എന്നിന് ഇവൻ പറഞ്ഞോടെ അവളും പുച്ഛിക്കും ആ ഞാനിങ്ങ് വിശ്വസിച്ച് ഒന്ന് പോടെ ഇറക്കാം എന്നിന് ഇവള് കളിയാക്കുമ്പോഴാണ് അവനും എന്നാലും ഡീലി ഞാൻ സ്കൂളിൽ തൊട്ട് ബോസിന്റെ പുറകെ നടക്കുമായിരുന്നു, എന്റെ ലൈഫിൽ കുറെ മാറ്റം വന്ന്, പക്ഷെ ഷൗഷിങ് ആണ് ഇപ്പോഴും ആ എനിക്ക് തന്നെ സ്നേഹിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ എന്നോട് നീ പറഞ്ഞ ആ എനിക്ക് ഞാൻ തമ്മിൽ എന്തോ വ്യത്യാസം, അവൻ എപ്പോഴും പിയാനോ ഇങ്ങനെ ടിങ് 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 എന്ന് വായിച്ചോണ്ടിരിക്കത്തേ ഉള്ളു, ഇത് എന്തോ കണ്ടിട്ട് അവൾ വീണു പോയ എന്നിന് ഇവനും കളിയാക്കുമ്പോൾ അവൾ ഇത് കണ്ട് ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഓ മതി, നീ ഇപ്പൊ അപ്സെറ്റിലാന്ന് ഞാൻ അറിയാം, നിനക്ക് വേണ്ടി ഈ സുന്ദരിയായ പെൺകുട്ടി നിനക്ക് കുറച്ച് ഫുഡ് വാങ്ങിച്ചു തരാം എന്താ പറയുന്നത് എന്നിന് ഇവള് വിളിക്കുമ്പോഴാണ് അവനും ഓക്കെ എങ്കിൽ പിന്നെ ഈ സുന്ദരമായ പയ്യൻ ആ ഡീൽ നോക്കി അറിയുന്നത് എന്നിന് ഇവർ രണ്ടും കൂടെ അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ വണ്ടിയൊക്കെ കളഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വല്ല ബസ് വരുന്നെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ഓ എനിക്ക് എന്റെ ഫോൺ ചത്തുപോയി, ഇനി ഇത് ഓണാവെന്ന് തോന്നുന്നില്ല എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓ ഇപ്പഴാണോ പോയ, എന്റെയൊക്കെ വന്നപ്പോഴേ ബാറ്ററി ഓഫ് ആയി പോയി എന്നിന് അവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഷൗഷങ് ഇത് കണ്ടിട്ട് ഓ പുല്ല് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കൊരു സഹിക്കുന്നില്ല, ഇത്രയ്ക്കും ദുരന്തമാണോ ഇന്നത്തെ ദിവസം എന്നിന് അവരുടെ അവിടെ നിന്ന് പോകും. അങ്ങനെ മഴ തീരുന്നവരെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ അമ്മൂമ്മയാണ് ഇവർ രണ്ടുപേരും കെയർ ചെയ്യും. ഓ മക്കളെ നിങ്ങൾക്കൊന്നും പനി പിടിക്കല്ലേ എന്നിന് അവർ കഴിക്കാൻ വേണ്ടി ഫുഡും ചൂടുവെള്ളം കൊടുക്കുമ്പോഴാണ് ഷൗഷങ് അവരോട് ചോദിക്കും അമ്മൂമ്മേ ഇവിടെ അടുത്തെല്ലാം ടാക്സി പിടിക്കാൻ പറ്റുമോ, ഞങ്ങൾ ഇവിടെ പെട്ടുപോയി എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അമ്മൂമ്മയും എന്തുവാ ഈ ഫുഡൊന്ന് പോരെന്നോ, കുഴപ്പമില്ല ഇനി ഞാൻ കൊണ്ടുവരാം, മോള് നാണിക്കാതെ അടിച്ചുവരി കഴിക്കി എന്നിന് ഇവര് പറയുമ്പോഴാണ് അവളും എടാ എനിക്ക് ഇവർക്ക് ചെവി കേൾക്കത്തില്ലെന്നാ തോന്നുന്നത്, വേണേ നീ ഒന്നും കൂടെ ചോദിച്ചു നോക്ക്, ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തയാണോ എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും അമ്മുമ്മേ ഞങ്ങൾ വഴി അറിയാതെ ഇവിടെ പെട്ടുപോയി, ഇവിടെ അടുത്തെല്ലാം ടാക്സിയോ ബസ്സോ ഉണ്ടെങ്കിൽ പോകാനുള്ള വഴി പറഞ്ഞുതരാ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും ഓ മോനെ റൂമല്ലേ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം, നിങ്ങളെ പോലെ കപ്പിൾസിനൊക്കെ ഇവിടെ താമസിക്കുന്ന സ്ഥലമുണ്ട്, അമ്മുമ്മ ആരാന്ന് വിചാരിച്ചേ എന്നിന് അവര് പറയുമ്പോഴാണ് അവരുടെ കാണിച്ചിട്ട് ഓ അമ്മുമ്മ ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചില്ല എന്നിന് ഇവര് പറയുമ്പോഴാണ് അവരും കുഴപ്പമില്ല പൈസയൊന്നുമില്ല രണ്ടുപേരും കടന്നുറങ്ങിയിട്ട് വേണം പോവാൻ എന്നിന് അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേ ചെയ്യും. അപ്പരാണ് എനിക്ക് റൂമിലേക്ക് വന്നിട്ട് ഷൗഷും ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്, നീ വേണേ ഇപ്പൊ പോയി കുളിച്ചോ അല്ലെങ്കിൽ പനി പിടിക്കും എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തോ ഞാൻ ആദ്യം കുളിക്കാനാ, കുഴപ്പമില്ല നീ ആദ്യം കുളിച്ചോ അതിനുശേഷം ഞാൻ കുളിച്ചോളാം എന്നിന് ഇവൾ അവനെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവളും ബെഡിലേക്ക് ചെന്നിരുന്നിട്ട് ഷൗഷും എന്തിനായിട്ട് നിന്റെ സ്വപ്നമൊക്കെ ഇപ്പൊ ഇങ്ങനെ പോന്നെ, മര്യാദക്ക് നീ കൺട്രോൾ ചെയ്യ്, ഇനി ഓവറായിട്ടൊന്നും സ്വപ്നം കാണണ്ട എന്നിന് ഇവളും കുറെ സമയമായിട്ട് ഇവിടെ നാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ അതിനുമ്പേ തന്നെ കുളിച്ചിട്ട് അവിടേക്ക് വരും. ഷൗഷും ഇനി നീ പോയി കുളിച്ചോ എന്നിന് അവൻ ആ റൂമിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ ഗെറ്റപ്പ് കണ്ടതോടെ അവള് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഓ ഇതാര് ഇവിടുത്തെ പ്രിൻസസോ, എനിക്ക് ഇതെന്തോ കോലം, ആരാടെ നീ എന്തിനാണ് ഇത് ധരിച്ചേക്കുന്നത്, ഇത് എനിക്ക് തന്നെയാണോ, എടാ ഇത് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് അല്ലേ, സത്യം പറ നിനക്ക് അറിയാത്തോണ്ട് നീ ഇട്ടയാണ് എന്നിന് അവൾ അവനിട്ട് കളിയാക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് മതിയോ നീ ചിരിച്ച് അവസാനിച്ചോ ഇനി നീ പോയി കുളിച്ചോ എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഞാൻ ചിരിക്കുമല്ല, ഞാൻ നിന്നെ ഓർത്ത് സന്തോഷപ്പെട്ട, ഇനി നിനക്ക് ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമല്ലോ എന്നിന് അവള് കളിയാക്കുമ്പോഴാണ് അവൻ അതൊന്നും മനസ്സിലാവാതെ അവൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അമ്മൂമ്മയും അവൾക്ക് ധരിക്കാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ടുവരും. ഇതോടെ എനിക്ക് മൊത്തം ചിരിക്കാൻ തുടങ്ങും. താങ്ക് യു അമ്മൂമ്മേ, കറക്റ്റ് സമയത്ത് എന്റെ മാനം വന്ന് സംരക്ഷിച്ചു എന്നിന് അവൻ ആ ഡ്രസ്സ് എടുത്തിട്ട് ഷൗഷും എന്റെ ഡ്രസ്സെങ്കിലും കുഴപ്പമില്ല, നിനക്ക് കിട്ടിയ ഡ്രസ്സ് ഉണ്ടോ, ഇത് ഫാഷൻ ഷോയിൽ ട്രെൻഡ് ആയിരിക്കും, എന്നാ കുളിച്ചിട്ട് ധരിച്ചോ എന്നിന് അവൻ കൊടുക്കുമ്പോഴാണ് അവളും ചമ്മി പോയിട്ട് ഇല്ല ഞാൻ ഇനിയിപ്പോ കുളിക്കുന്നില്ല, ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോളാം എന്നിന് അവള് ധരിച്ചോണ്ട് ഇവ രണ്ടുപേരും ഒരേ ബെഡിൽ കിടന്നുറങ്ങും. അപ്പോഴാണ് ഷൗഷുങ് മൊത്തം നാണിച്ചോയിരിക്കും, ആദ്യമായിട്ട് ഒരു പയ്യന്റെ കൂടെ ഒരേ ബെഡിൽ കിടക്കുവാന്ന് പറഞ്ഞ്, അതേപോലെ ആയിരിക്കും അവന്റെ അവസ്ഥയും. അതുകൊണ്ട് രണ്ടുപേരും കിടന്നുറങ്ങാതെ കണ്ണും തുറന്നിരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണത്തില്ല. അപ്പോഴാണ് ഷൗഷുങ് മനസ്സിലായിരിക്കും ഇനിയിപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയാലും ഇവൻ വല്ലതും തെറ്റിരിക്കോ, എന്റെ ചിന്ത വല്ലതും വേറെയാന്ന്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടന്നുറങ്ങാം എന്നിന് അവളും വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മൂമ്മയും വന്നിട്ട്
ഇവരുടെ ഒരു കടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് അമ്മൂമ്മ വരുമ്പം ഇവരുടെ ഉറങ്ങിയത് ഒരു ആക്ഷൻ കാണിക്കുമായിരുന്നു. അതോടെ അവർ പോയതോടെ ഇവരുടെ കണ്ണുറക്കുമ്പോഴാണ് ഷൗഷുങ് സമ്മാനത്തിൽ കടന്നുറങ്ങാൻ വേണ്ടി ഇവൻ അങ്ങോട്ട് തിരിഞ്ഞ് കടന്നുറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് അവള് സന്തോഷപ്പെടുന്നത്. അങ്ങനെ രാത്രി കുറെ സമയമായിട്ട് എനിക്ക് സമ്മാനത്തിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഷൗഷുങ്ങിനാണ് വയറിളക്കം സ്റ്റാർട്ട് ചെയ്യും. അതോടെ അവളും നൈസിന് പുറത്തോലും ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവള് പതിയെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് എനിക്കും കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ഇവളും ഇവിടെങ്ങും ബാത്റൂം ഇല്ലാത്തോണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ രാത്രി കാട്ടിലേക്കൂടെ ഇവള് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് വരുന്ന ശബ്ദം കേട്ട് ഇവളും ചെറുതായിട്ട് പേടിച്ചു പോകും. അങ്ങനെ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഇവളും വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് അവിടേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് എനിക്ക് കണ്ടോടെ അവള് മൊത്തം ഷോക്കായി പോകും. ദൈവമേ, ഇത് നീ ആയിരുന്നോ? നീ എന്താ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന? എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ഓ ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിൽക്കുമായിരുന്നു, നീ കാട്ടിക്കൂടെ എങ്ങോട്ടേക്ക് പോയതാ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ ബാത്റൂമിൽ പോയി എന്നിന് ഇവളും പറയുമ്പോഴാണ് ദൂരെ പട്ടിയുടെ സൗണ്ട് കേൾക്കും. ഇതോടെ എനിക്കേം പേടിച്ചിട്ട്, അയ്യോ ഷൗഷുങ്, ഇപ്പോലെ ശബ്ദം കേട്ടായിരുന്നു നിനക്ക് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും പേടിച്ചോവും. എന്തോടെ നിന്നെ ശബ്ദം കേട്ടാ? എനിക്കൊന്നും കേട്ടില്ലല്ലോ എന്നിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും, അല്ല എന്തോ ഒരു ശബ്ദം കേട്ട്, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്നിന് അവൻ പേടിക്കുന്നുണ്ട്. ഇവൾ അവന്റെ കൈ പിടിക്കും. ശരിയെന്നാ, ഞാൻ നിന്നെ സുരക്ഷയായിട്ട് നോക്കിക്കോളാം, നീ പേടിക്കണ്ട എന്നിന് ഇവരുടെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് കുറെ മിന്നാമിനിങ് ഇങ്ങനെ വരും. ഇതോടെ അവരുടെ സന്തോഷത്തിൽ അത് പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് അവളെയും വിളിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ കുറെ മിന്നാമിനിങ് ആണ്. അതോടെ ഷൗഷുങ് അത് പിടിക്കാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് അത് ഒക്കത്തില്ല. ഇതൊക്കെ അവനും കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ മുടിയുടെ അവിടെ തന്നെ ഒരു മിന്നാമിനിങ് വന്നിരിക്കും. ഇത് കണ്ട് അവളിങ്ങനെ പതിയെ അടുത്തേക്ക് വരും. എടാ എനിക്ക് നീ അനങ്ങി പോവല്ലേ, അനങ്ങിയാ ഞാൻ നിന്നെ കൊല്ലും ഏതിന് ഇവളെ അടുത്തേക്ക് വന്ന് അത് പിടിക്കാൻ നോക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ അത് പറഞ്ഞു പോകും. അതിനുശേഷം അവളെ സന്തോഷത്തിൽ അതൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഇവൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. ഒരു പക്ഷേ ആ പട്ടിക്കുട്ടി ഫ്രണ്ടിലേക്ക് വന്ന് ഇവരുടെ കാറ് ചീത്തയായില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഒന്നും അവൻ അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലും. അങ്ങനെ ഇന്നലെ മഴയത് നനഞ്ഞുകൊണ്ട് ഷൗഷിങ്ങിന് പനി പിടിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരും ഗുളിക കഴിക്കാൻ വേണ്ടി അവൾ എഴുന്നേറ്റ് വരാൻ പറയും. അപ്പോഴാണ് അവളും, അയ്യോ ഇന്നിന് ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ് വെച്ച് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കിപ്പം തന്നെ പോകണം എന്നിന് അവള് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കൂട്ടുകാരും, ആദ്യം നീ ഗുളിക കഴിക്കടി എന്നിന് അവളെ ഫോഴ്സ് ചെയ്ത് ആ മരുന്നെല്ലാം കഴിപ്പിക്കും. അതിനുശേഷം അവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് മേക്കപ്പ് ഇല്ലാതെ പോയ മിക്കവാറും എനിക്കൊക്കെ ഇത് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് അവളും പനിയാന്ന് പുറത്തൊന്നും അറിയിക്കാത്ത രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് വേറൊരുത്തിനും ക്ലാസ്സിൽ പോകുന്ന വേഗത്തിൽ പെട്ടെന്ന് ഷൗഷിങ്ങിനെ ഇടിച്ചിടും. അതേസമയം അവന്റെ ബാഗ് ഇവളുടെ മുടിക്കകത്ത് കൊടുക്കുമ്പോഴാണ്, എടാ പരമനാറി എന്റെ മുടിയെന്ന് വിറ നീ എന്നിന് ഇവളത് എടുക്കാൻ നോക്കുമ്പോൾ അവന് നൈസിന് എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പോകാൻ നോക്കും. ഓക്കെ എനിക്ക് അർജന്റായിട്ട് ഇപ്പൊ ക്ലാസ്സിൽ പോകണം, പക്ഷെ നിന്റെ മുടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യാ, എന്റെ കൂടെ നീ ക്ലാസ്സിലേക്ക് വാ എന്നിന് അവന് പാവം നമ്മുടെ ഷൗഷിങ്ങിനെ ഫോഴ്സ് ചെയ്ത് അവന്റെ ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവൻ വേറെ ആരുമല്ല, അന്ന് നമ്മുടെ എനിക്ക് സീക്രട്ട് ആയിട്ട് ഫോട്ടോ എടുത്തവനാ. അങ്ങനെ അവൻ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറായിട്ടാ പഠിക്കുന്നത്. അപ്പോഴാണ് ഇവൾ ഇവിടുന്ന് അവന്റെ ബാഗിൽ നിന്ന് മുടിയെടുക്കുമ്പം സാറ് ദൂരെ നിന്ന് അതെല്ലാം തെറ്റിരിച്ചാണ്. ഡാടാ ക്ലാസ് വെച്ച് എന്തുവാണ് നിങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നത്, ഇവിടെ ഞാനൊരു മരത്തിനെ പോലെ നിൽക്കുന്നതിനെ കാണാൻ വയ്യ എന്നിനെ സാറ് അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവനങ്ങത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് ഇവളും കഷ്ടപ്പെട്ട് അവളുടെ മുടി എടുത്തിട്ട് സാറിനെ നോക്കി ചിരിക്കും. സോറി സാർ, എന്റെ മുടിയൊന്ന് കുടുങ്ങിപ്പോയി, പക്ഷെ ഇതെന്റെ ക്ലാസ് അല്ല എന്നിന് അവളും എല്ലാവരുടെ ഫ്രണ്ട് നാണം കിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവും. അപ്പോഴാണ് ഇവളും പോകുന്ന വഴിക്ക് അവളുടെ ID കാർഡ് മറന്നു വെച്ചിട്ട് അങ്ങ് പോവും. അങ്ങനെ ഇത് കണ്ട് അവനെടുത്ത് പോക്കറ്റ് വയ്ക്കും. അതേസമയം ഇവിടെ ഷൗഷിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ടീച്ചർ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമ്പോൾ ഷോയിഫൻ ഇന്ന് വന്നില്ലേം ചെയ്യിക്കും. പക്ഷെ അവൾ അവിടെ പ്രശ്നമായതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് ടീച്ചർ അവൾക്ക് ആബ്സെന്റ് ഇട്ടിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പ്രോജക്റ്റ് തരാൻ പോവാ, അതിന് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തോ, മാക്സിമം ഒരു ഗ്രൂപ്പിനകത്ത് 4 പേരെ കാണാവുള്ളൂ എന്നിട്ട് ടീച്ചർ എല്ലാവരും ഗ്രൂപ്പ് ആകാൻ പറയുമ്പോഴാണ് എനിക്കും ഇവളെന്താ വരാത്തെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട്സ് 3 പേരും കൂടെ എനിക്ക് ഉണ്ടെങ്കിൽ പ്രോജക്ട് സക്സസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് 4 പേർക്ക് ടീമാകാന്ന് പറഞ്ഞ് അവന്മാരൊരു പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അതേസമയം ഷൗഷിയും കുറച്ച് താമസിച്ച് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട് ടീച്ചറും, ബെസ്റ്റ്, ഇപ്പോഴാണ് മോളെ ക്ലാസ്സിന് വരുന്നത്, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് സമയമായി, അതും എന്റെ ആദ്യത്തെ ദിവസം തന്നെ നീ താമസിച്ചു വരിക, ഇനി ഒരു വിഷയം നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നീ ഇതിന് അത്രയും വില കൊടുക്കുന്നില്ല ഏതിനെ ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവളും, അല്ല മിസ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് ഏതിന് അവൾ പറയുമ്പോഴാണ് ടീച്ചറും, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ മോളെ ഞാൻ ഇവർക്കൊക്കെ ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഇപ്പൊ എല്ലാരും ഗ്രൂപ്പായി കാണും, ഇനി നീ ഏത് ഗ്രൂപ്പിലാ പോയി ചേരാൻ പോന്നെ ഏതിനെ ടീച്ചറും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കും കൈവെക്കും. ടീച്ചറെ ഞാനിവിടെ ഒറ്റയ്ക്ക് ചുമ്മാ ഇരിക്കുക, ഞാൻ അവളും കൂടെ ടീം ആയിക്കോളാം ഏതിന് അവനും പറഞ്ഞ ഉടനെ ഷൗഷിങ്ങിന് സന്തോഷമാകും. അതിനെ അവൾ ഓടിച്ചെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. പക്ഷെ ഇവൻ അവളുടെ ടീമായതോടെ മറ്റേമാര് 3 പേരും കൂടെ പണി വാളിപ്പോയെന്ന് പറഞ്ഞ് ഷോക്കായിരിക്കും. അപ്പോഴാണ് എനിക്ക് അവളോട്, ഷൗഷുങ് നിനക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് താല്പര്യമുണ്ടോ, ഈ ക്ലാസ് ഒക്കെ നീ അറ്റൻഡ് ചെയ്ത എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും,
എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഒരു താല്പര്യമുണ്ട്, അതാ ഞാൻ ഈ ക്ലാസ് ചൂസ് ചെയ്തത്. എന്നിന് അവൾ അവനോട് പച്ചക്കള്ളം പറയും. കാരണം ഇവന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ ക്ലാസ് വെച്ചെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ ഈ സബ്ജക്ട് ചൂസ് ചെയ്തത്. അതിനുശേഷം ടീച്ചറും ക്ലാസ് എടുക്കുമ്പം ഇവൾ ആ സമയത്തൊക്കെ അവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം അതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഇവള് പുറത്ത് വെച്ച് മേക്കപ്പ് ഒക്കെ ഇടുമ്പം അറിയാതെ ലിപ്സ്റ്റിക് ഒക്കെ ഇവളുടെ ഫേസ് മൊത്തമായി കാണും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇവളുടെ ചുണ്ടിന്റെ അടുത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് അവളതങ്ങ് തുടച്ചു കളയും. എന്നിട്ട് ഇവരും ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി അവരുടെ ID കാർഡൊക്കെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഷൗഷുങ്ങും അവളുടെ ID കാർഡ് ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് അവളുടെ ഇത് കാണത്തില്ല. അപ്പോഴാണ് അവളും എനിക്ക് എന്റെ ID കാർഡ് കളഞ്ഞോ എന്നാ തോന്നുന്നത്, നിന്റെ ID കാർഡ് യൂസ് ചെയ്ത് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എന്നിട്ട് അവൾ അവന്റെ സഹായത്തോടെ ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും കുറെ തുമ്മുന്ന കണ്ടിട്ട് അവനെ മനസ്സിലായി അവൾക്ക് പനി പിടിച്ചിരിക്കുവാന്ന്. ഷൗഷുങ്, നീ ടിഷ്യൂ പേപ്പർ വെച്ചോ, നിനക്കിത് യൂസ് ആവും. എന്നിട്ട് അവൻ അവളെ കെയർ ചെയ്യുമ്പം ഇവൾക്ക് ചെറുതായിട്ട് ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഇവർ ഫുഡ് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അവളും പെട്ടെന്ന് ഓർഡറൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ ചേച്ചി എനിക്ക് 2 ചിക്കൻ, ഒരു ഫിഷ്, പിന്നെ ഉള്ളതെല്ലാം കൂടി ഇതിനെ തട്ടിയേര്. ഏതിന് ഇവള് പറയുമ്പോഴാണ് എനിക്കും ഷൗഷുങ്, നീ എന്തിനാ അതൊക്കെ ഓർഡർ ചെയ്യുന്നത്? നിനക്ക് പനിയല്ല ചേച്ചി, നിങ്ങൾ വെജിറ്റബിൾസ് മാത്രം ഇട്ടാൽ മതി, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മതി കേട്ടോ. എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവർക്കൊന്നും മനസ്സിലാവാതെ, മക്കളെ ഞാനിപ്പോൾ ആര് പറയുന്ന ഫുഡ് എടുക്കണ്ട എന്നിന് അവർ ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ പറഞ്ഞ ഫുഡ് മാത്രം എടുത്താന്ന് പറഞ്ഞിട്ട് ഇവൾക്കത് വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അവളും അപ്പുറത്തുള്ളവന്മാരൊക്കെ ചിക്കൻ അടിച്ചവരിക്കുന്നുണ്ട്. ഇവള് കൊതി ഇട്ടോണ്ടിരിക്കും. ജസ്റ്റ് ഒരു ചിക്കനല്ലേ ഞാൻ ചോദിച്ചോളൂ, അത് കഴിച്ചെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകത്തില്ലല്ലോ. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഷൗഷുങ്, നിന്റെ പനി മാറട്ട്, ഞാൻ നിനക്ക് കുറെ ഫുഡ് വാങ്ങിച്ചു തരാം, നിനക്ക് ആവശ്യത്തിന് നീ കഴിച്ചോ. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവൾ ആശ്വാസപ്പെടുന്നത്. അതിനുശേഷം അവനും സൂപ്പ് മാത്രം കഴിക്കുന്നിട്ട് ഇവൻ എന്താ ചിക്കനൊന്നും കഴിക്കാത്തയും ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് കഴിഞ്ഞ് പിയാനോ ക്ലാസ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നുള്ളെന്ന് പറയും. അതുമല്ലാതെ ഇടയ്ക്കൊക്കെ അവന് ഷുഗർ പറയുന്നുണ്ട്, മിഠായും കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ കാര്യമൊക്കെ അവളോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും, ഓ അപ്പൊ അത് കാരണമല്ലേ ആ മിഠായി പെട്ടിയും കൈവച്ചോണ്ട് എപ്പോഴും മിഠായി എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവന് ചിരി വരുന്നത്. കാരണം സത്യത്തിൽ അവന്റെ മിഠായി പെട്ടി ഉള്ളത് ഇവളുടെ ഓർമ്മയായിട്ടാ. അങ്ങനെ അതൊന്നും അവൻ പുറത്തറിയാതെ അവൻ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഷൗഷുങ്ങും ജാവലിൻ ത്രോയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരും. എടി ഡിങ് ഡിങ്, നീ സത്യത്തിൽ എന്നെയാണോ ഫോട്ടോ എടുത്തോണ്ടിരുന്നത്, അല്ല അവിടുത്തെ പയ്യന്മാരെയാണോ? ഇതിനകത്ത് എന്റെ ഫോട്ടോ ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഏതിന്റെ ഇവള് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരിയും, ഓ നിന്നെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് അവിടുത്തെ ഹാൻഡ്സമായ പയ്യന്മാരെ. എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷൗഷുങ്ങും, ഓ നിനക്ക് വേറെ പയ്യന്മാരൊന്നും കിട്ടിയില്ല, നീ നോക്കുന്ന പയ്യനൊക്കെ ഇതിനുമ്പേ ലൈനുണ്ട്, നീ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഏതിന് ഇവളും പറയുമ്പോഴാണ് കൂട്ടുകാരി ഷോക്കായിട്ട് എങ്കിൽ പിന്നെ വേറൊരു പയ്യനെ നോക്കാന്ന് പറഞ്ഞ് അവൾ ക്യാമറ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ഷൗഷുങ്ങും അവൾക്ക് അഡ്വൈസ് ചെയ്യും, എടി ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വല്ല ലൈൻ സെറ്റ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആരും നോക്കണ്ട, എനിക്ക് പോലെ പുറത്ത് നീ നോക്ക്. കാരണം ഇവന്മാരൊക്കെ ചുമ്മാ എക്സസൈസ് ചെയ്ത് വിയർത്തൊഴിച്ച് നടക്കത്തേ ഉള്ളു, ഗേൾസിനോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. കാരണം ഞങ്ങൾക്ക് സ്പോർട്സ് ആണ് ആദ്യം ഫസ്റ്റ് ലവ്. അതുകൊണ്ട് നീ എനിക്ക് പോലെ ഇങ്ങനെ മ്യൂസിക് വായിച്ച് നടക്കുന്നവന്മാരെ റൊമാൻസ് ചെയ്യാൻ നോക്ക്, അവർക്കായിരിക്കും നിനക്ക് ചേരുന്നത്. എന്നിന് ഇവള് പറയുമ്പോഴാണ് കൂട്ടുകാരിയും, അയ്യേ നിനക്ക് നാണില്ലേ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ താഴ്ത്തി പറയാൻ, നീ ഒരു സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടല്ലേടി NK സ്നേഹിക്കുന്നത്, അപ്പൊ നിനക്ക് ലവ് വരുമ്പം അവന്മാർക്കൊന്നും വരത്തില്ല. NKക്ക് വേണ്ടി സ്വന്തം ഡിപ്പാർട്ട്മെന്റ് താഴ്ത്തുന്നതിനെ കുറിച്ച് നീ അവസാനമായിട്ട് എന്താണ് പറയാൻ വരുന്നത്? ഏതിനെ കൂട്ടുകാരി ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ എത്ര ആലോചിച്ച് നോക്കിയാലും ഞാൻ NK മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിന് ഇവള് പറഞ്ഞോടെ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും. ഓ NK ആയിട്ട് ലൈൻ കുറെ സെറ്റ് ആയെന്നാ തോന്നുന്നത്, ഇപ്പൊ എവിടം വരെയായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ, രണ്ടുപേരും കൈകോർത്ത് നടക്കാൻ തുടങ്ങിയ? ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവളും, കൈകോർത്തൊന്നും നടക്കാൻ തുടങ്ങിയില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രോജക്റ്റ് ഒരേ ടീമായി. നീ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണെന്ന് അറിഞ്ഞ് ക്യാമറ പിടിച്ചൊന്ന് നടന്നോ, നിനക്ക് വല്ലതും ജോലി സെറ്റായോ പാർട്ട് ടൈം ആയിട്ട്? ഏതിനെ ഷൗഷുങ് അവളോട് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് ഷൗഷുങ്ങിന്റെ ഫേസ് കണ്ടിട്ട്, അതൊക്കെ ഇരിക്കട്ടെ നീ സൺസ്ക്രീൻ ഒന്നും തേച്ചില്ല, നിന്റെ ഫേസ് ഡള്ളായിട്ടിരിക്കുന്നത്, വെയിറ്റ് ചെയ്യ് ഞാൻ നിനക്ക് അപ്ലൈ ചെയ്ത് തരാം. ഏതിന് ഇവളും പറയുമ്പം അവള് സന്തോഷത്തി എന്റെ കൂട്ടുകാരുള്ളപ്പോ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവള് കണ്ണടച്ചിങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഇവള് നൈസിനകത്ത് ഫോട്ടോ എടുത്തിട്ട് ഇനി ഈ ഫോട്ടോയും കൊണ്ട് നിന്നെ കളിയാക്കാടിയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം അവളും അവളെടുത്ത ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഡാർക്ക് റൂമിലേക്ക് പോകും. പക്ഷെ അവിടെ നിന്ന് കയറാൻ ആർക്കും അലൗഡ് അല്ല. ഇവള് നൈസിന് സീക്രട്ട് ആയിട്ട് ആ റൂമിലേക്ക് കയറുമ്പോഴാണ് അവിടെ ആരോ ഒരാള് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അതിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കും. ഇതൊക്കെ അവൾ എടുത്തു നോക്കിയിട്ട് ഇത്രയും കിടിലായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളുടെ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് പ്രിന്റ് എടുത്തിട്ട് പോകാന്ന് അറിഞ്ഞ് നിൽക്കുമ്പോഴാണ് അറിയാതെ അവളെ ക്യാമറ ഊരുമ്പോ തന്നെ ആ ലെൻസ് വന്ന് ഇവളുടെ കണ്ണി അടിക്കും. അതോടെ അവള് വേഗം സഹിക്കാൻ പറ്റാതെ ആദ്യം ചെന്ന് മോൻ കഴിയണമെന്ന് പറഞ്ഞ് അവള് വെള്ളം തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മറ്റേ ഫോട്ടോ എടുത്ത പയ്യനും വരും. ഇവന്റെ പേര് യൂഷെ. അതിനുശേഷം അവൻ ഇവളെ കണ്ടിട്ട് ഇവളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞ് അവൻ ആദ്യം അവളെ ഫേസ് വാഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അവളുടെ കണ്ണിലേക്ക് ഐ ഡ്രോപ്സ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നതെന്ന് പറയും. അതുകൊണ്ട് അവളും കണ്ണുറന്ന് ഇവൻ ആരാന്ന് നോക്കാൻ പറ്റത്തില്ല. അതിനുശേഷം അവന് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോഴാണ് പെട്ടെന്നൊന്ന് ഓർത്തിട്ട് അവളോട് ദേഷ്യപ്പെടും. അത് പിന്നെ നിന്നെ ആരും ഇപ്പൊ ഈ റൂമിലേക്ക് കയറാൻ പറഞ്ഞ, ഇവിടെ ആർക്കും അലോഡല്ല, ഞാൻ തന്നെ നൈസിന് കയറി വന്ന്.
എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവളും കണ്ണോർന്ന് നോക്കുന്നത്. അതുകൊണ്ട് അവൾക്കും ഇവളെ സഹായിച്ചതാരാന്ന് മനസ്സിലാവത്തില്ല. അങ്ങനെ അതിനുശേഷം ഷൗഷുങ്ങും എനിക്കായിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ കൂട്ടുകാരെയും വിളിച്ച് ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ആ സ്ഥലത്ത് വെച്ച് സഹായിച്ചത് ആരാന്ന് പറഞ്ഞ് അവൾ കുറെ ഇങ്ങനെ ആലോചിച്ചോട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ഷൗഷുങ്ങാണ് നൈസിന് എനിക്ക് അറിയാതെ വായി നോക്കിക്കൊണ്ട് അവൾ കുറെ ഇങ്ങനെ നാണിച്ചോണ്ടിരിക്കും. അപ്പനാണ് കൂട്ടുകാർ വേറെ ചിന്തയിലാന്ന് അറിഞ്ഞ ഉടനെ നീ ആരെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നിനെ ഷൗഷുങ് അവളോട് ചോദിക്കും. ഇതോടെ അവൾ ഇവിടെ ഷോക്കായിട്ട് അവൾ ഇവിടുന്ന് പറഞ്ഞിടാൻ നോക്കും. എടി നീ എനിക്ക് കാണാനില്ല ഒന്നേ, പോയി നിന്റെ പണി നോക്ക്, ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോവാ എന്നിന് അവള് ഷൗഷിനെ പറഞ്ഞയക്കും. അതിനുശേഷം അവള് എനിക്കേടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൻ ഇവളെ കണ്ട് സന്തോഷപ്പെട്ടിട്ട് അടുത്തേക്ക് ഇരിക്കാൻ പറയും. പിന്നെ എനിക്ക് നീ അന്ന് ഡ്രൈവിംഗ് ക്ലാസ് വെച്ച് എനിക്ക് കുറെ സ്നാക്സ് വാങ്ങിച്ചു തന്നില്ലേ, അതിനുവരെ ഈ മിഠായി വെച്ചോ ഏതിന് അവൾ അവന് കൊടുക്കുമ്പോൾ അവൻ അത് കഴിച്ചിട്ട് താങ്ക്സ് പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഷൗഷുങ് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോജക്റ്റിന് നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് നല്ലോണം അറിയണം. അതുകൊണ്ട് കുറെ ക്ലാസിക്കൽ മ്യൂസിക്കുള്ള സിനിമയൊക്കെ ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഏതിന് അവന് ആ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഓ ചെറുക്കൻ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ മനസ്സിലാവുന്നത് ഇവന്റെ ഹാൻഡ്സമായ ഫേസ് മാത്രം. ഇവൻ എന്ത് വേണമെങ്കിലും സംസാരിച്ചോട്ടെ, നമ്മൾ വെറുതെ ഇങ്ങനെ വായി നോക്കി നിൽക്കാം. ഇതിനേക്കാളും സന്തോഷം വേറെ എന്താ ഉള്ള. എന്നിന് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം എൻകെയുടെ കൂട്ടുകാരൻ അവനെ കണ്ട് പതിയെ ഇങ്ങനെ അടുത്തേക്ക് വരാൻ നോക്കും. അപ്പനാണ് ഇത് ഷൗഷന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് ഈ ശല്യം തന്നെ അവരെ ശല്യപ്പെടുത്താൻ പോന്നെന്ന് പറഞ്ഞ് അവള് നൈസിന് അവനെ ഡൈവേർട്ട് ചെയ്യും. എടാ ഞാൻ നിനക്ക് സ്നാക്സ് വാങ്ങിച്ചു തരാം, നീ എൻകെയുടെ കൂട്ടുകാരനല്ലേ, പൈസ നീ ഇട്ടാ മതി ഏതിന് അവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പനാണ് അതേസമയം കുറെ നേരമായിട്ട് അവൻ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് അവളോട് ചോദിക്കും, എങ്കിൽ പിന്നെ നീ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്തോ തീരുമാനിച്ചേക്കുന്നത്, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഏതിന് ഇവനും പെട്ടെന്ന് ചോദിച്ചോടെ അവള് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരും. എന്തോ ഓക്കെ നീ പറഞ്ഞെല്ലാം ശരിയാ, നമുക്ക് നിന്റെ പ്ലാൻ അനുസരിച്ച് പോവാം എന്നിന് ഇവളൊന്നും കേൾക്കാതെ അവന്റെ പ്ലാൻ നോക്കി പറയും. അപ്പനാണ് അവന് സന്തോഷത്തി ശരിയെന്നാ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ക്ലാസിക്കൽ സിനിമ കാണാൻ പോവാം എന്നിന് അവളെ വിളിച്ചോണ്ട് തിയേറ്ററിലേക്ക് പോകും. അതോടെ അവൾ സന്തോഷത്തി എനിക്കായിട്ട് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ പഠിത്തത്തിലും ഇത്ര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എങ്കിൽ പിന്നെ എനിക്ക് ഇതേപോലെ ഡെയിലി പഠിക്കണം എന്നിന് അവള് തനിയെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് എനിക്കും സിനിമയുടെ ടിക്കറ്റ് ആയിട്ട് വരും. അപ്പോഴാണ് അവൾ ആ ടിക്കറ്റ് കണ്ടിട്ട് എനിക്ക് ഈ പിയാനിസ്റ്റ് സിനിമ നീ കണ്ടല്ലേ, നിനക്കിത് വീണ്ടും കാണണം എന്നിന് അവൾ ചോദിക്കുമ്പം അവന് ഷോക്കായി നോക്കും. അവൻ കണ്ട സിനിമ എങ്ങനെ ഇവൾക്കറിയാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവളും പെട്ടെന്ന് ടോപ്പിക് ആറ്റും, അല്ല ഈ പിയാനയെ കുറിച്ച് നിനക്ക് നല്ല ഇൻട്രസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഈ സിനിമയൊക്കെ നീ കണ്ടാണെന്ന് ഞാൻ വിചാരിച്ച ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൂടെ കണ്ടെന്ന് പറഞ്ഞ് ബോറടിക്കത്തില്ലല്ലോ ഏതിന് അവൻ അവളെ വിളിച്ചോണ്ട് സിനിമ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഇവൻ ഈ സിനിമ കണ്ട കാര്യം എങ്ങനെ അവൾ അറിഞ്ഞെന്ന് പറഞ്ഞ്. അങ്ങനെ സ്കൂൾ സമയത്ത് അവനെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരി അവിടേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ അവിടേക്ക് വരുന്ന ഷൗഷും കാണുമ്പോഴാണ് അവൾക്കാണ് എനിക്ക് ആ പെങ്കോച്ചിനോട് സംസാരിക്കുന്നുണ്ട് കട്ടയ്ക്ക് ജലസാവും. അതോടെ അവരവിടുന്ന് പോയതിനു ശേഷം ഇവളും കൂട്ടുകാരായിട്ട് ഒരു സിനിമയ്ക്ക് വന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് വരും. പക്ഷെ അവളുടെ കൂട്ടുകാരിയാണ് കുറച്ച് അത്യാവശ്യമായിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് സിനിമ കാണാൻ വേണ്ടി പറയും. ഇതോടെ ഷൗഷിങ്ങും ദേഷ്യത്തി എന്നെയാണോ നീ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് സിനിമ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് എനിക്ക് മറ്റേ ബെങ്കോച്ചായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ അവള് സന്തോഷപ്പെടും. സിനിമ കാണാൻ ബോറടിക്കുവാണ് എനിക്ക് വായി നോക്കി നിൽക്കാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇവളുടെ കൂട്ടുകാർ ബുക്ക് ചെയ്ത സിനിമ എനിക്ക് കാണാൻ പോകുന്ന സിനിമയല്ല, വേറെ സിനിമയാണ്. അതോടെ അവൾ വീണ്ടും ബോറടിച്ച് അവളുടെ സിനിമ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവളിപ്പോ സന്തോഷത്തി അന്ന് മിസ് ചെയ്ത ആ സിനിമ ഇപ്പൊ എനിക്കോടോട് ഒരുമിച്ചാണെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ എനിക്കാണ് അതിനേക്കാളും സന്തോഷത്തിലാണ്. കാരണം ഷൗഷിങ് ഇവനോട് സ്നേഹം കാണിക്കുന്ന പോലെ തന്നെ ഇവൻ അവളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അത് അവ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അവൾ ജാവലിൻ ത്രോയൊക്കെ അവിടെ നിന്ന് മാച്ച് കളിച്ചോണ്ടിരിക്കുമ്പം ഇവന് നൈസിന് ദൂരേക്ക് നിന്നൊക്കെ അവളെ വായി നോക്കി കാണും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ അവളുടെ കൂടെ ഒരുമിച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൾ അവന് കഴിക്കാൻ വേണ്ടി പോപ്കോൺ എടുത്ത് കൊടുക്കുമ്പോഴാണ് അറിയാതെ ഇവർ തമ്മിൽ കൈ കൂട്ടിമുട്ടുമ്പം രണ്ടുപേരും കൂടെ ഷൈ ആകും. അപ്പോഴാണ് ഷൗഷുങ്ങും അറിയാതെ എന്തിനാ പറ്റുന്നതെന്ന് അറിഞ്ഞ് അവള് നൈസിന് പതിയെ പതിയെ അവന്റെ കൈ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവൻ അതിനേക്കാൾ ഷൈ ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങ് ഷോക്കാവും ഇവൾ ടച്ച് ചെയ്ത ഉടനെ. അപ്പൊ അവൻ അവളോട് ചോദിക്കും നിനക്ക് പോപ്കോൺ ആണോ, അതിനാണോ വിളിച്ചത് എന്നിന് ഇവൻ ചോദിക്കുമ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ആ സിനിമയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് അവന് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അവളോട് പുറത്തിറങ്ങാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനാണ് ഇതൊക്കെ. അപ്പോഴാണ് അതേസമയം ഇവൻ അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന പോലെ തന്നെ മറ്റേ യൂഷയും ഷൗഷയുടെ ID കാർഡ് നോക്കിക്കൊണ്ട് അവളെ ഓർത്ത് അവന് സ്മൈൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. ഇനിയിപ്പോ നമുക്ക് എനിക്ക് കുറച്ച് ചോദ്യം ചെയ്യാം. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോ തന്നെ ഒരു വല്ലാത്ത പണിയായിപ്പോയി. ഇപ്പോഴെങ്കിലും അളിയെ മിണ്ടുന്നോ നമുക്ക് നോക്കാം. പുന്നാര മോനെ, നിനക്ക് ലൈസൻസ് ഉണ്ടായിരുന്നല്ലേ, പിന്നെന്തിനാ നീ ഷൗഷിനെ വിളിച്ചോണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയ? ഇതൊക്കെ നിന്റെ സെറ്റപ്പാണോ? അത് പെട്ടെന്ന് ഒരാൾ വന്ന് രണ്ടുപേരും ഒരുമിച്ച് ഡ്രൈവിംഗ്
ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേരുവാണെ ഒരാളുടെ പൈസ വാങ്ങിക്കത്തുള്ളെന്ന് പറഞ്ഞ. അത് ചീപ്പല്ലേ, അതുകൊണ്ടാ ഞാൻ അവൾക്ക് കൂട്ടിന് ആ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്ന്. ഓ സമ്മതിച്ച്, നിനക്ക് വേറെ ചിന്തയൊന്നുമില്ല, നീ നല്ല പയ്യൻ തന്നെ. എങ്കിൽ പിന്നെ അവളെയും വിളിച്ചോണ്ട് നീ എന്തിനാ സിനിമ കാണാൻ പോയെ? നിനക്ക് പ്രോജക്റ്റ് അല്ലേ തന്നെ, അല്ലാതെ അവളെയും വിളിച്ചോണ്ട് പുറത്ത് കറങ്ങാനൊന്നും പറഞ്ഞില്ലല്ലേ സ്കൂളിൽ നിന്ന്. ഈ ചോദ്യത്തിൽ നിന്ന് നീ തല ആട്ടിയ പോരെ മോനെ, ഉത്തരം വരണം. അങ്ങനെയാണ് നിങ്ങൾ ഏത് രീതിയിലാണോ അതൊക്കെ കാണുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചോ, എനിക്ക് ഏതായാലും കുഴപ്പമില്ല.